ടീച്ചറെ, ഇന്നലെ സയൻസ് എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞത് ശരിയാ? ഞങ്ങളുടെ ഗ്രൂപ്പാണോ ടീച്ചർ ജയിച്ചത്? പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ജയിക്കുന്നു, നമുക്ക് കാണാം. ഇടി റിങ്കു, നീ അവർ പറയുന്നത് കേട്ടോ? എനിക്ക് കേട്ട് ചിരി വരുന്നു. എനിക്കും ചിരി വരുന്നുണ്ട് ബബലു. നമ്മുടെ ഗ്രൂപ്പ് തന്നെയായിരിക്കും ജയിക്കുക. മിയ, നിങ്ങൾ ഏതായിരുന്നു ഗ്രൂപ്പ്? ലില്ലി അല്ലേ? എടീ റിങ്കു, എന്റെ ലില്ലിയും പല്ലിയും ഒക്കെ ആയിട്ടെന്താ? ഈ ബബലു ഉള്ളിടത്തോളം കാലം നമ്മുടെ ഗ്രൂപ്പ് തന്നെയായിരിക്കും ജയിക്കുക. ലോട്ടസ് ഗ്രൂപ്പിനേക്കാളും ലില്ലിക്ക് 2 മാർക്ക് കൂടുതലുണ്ട്. നിങ്ങൾ അധികം സന്തോഷിക്കണ്ട. ഇപ്പോൾ ലില്ലി ഗ്രൂപ്പും ലോട്ടസ് ഗ്രൂപ്പും ഒരുപോലെയാണ് നിൽക്കുന്നത്. എടീ റിങ്കു, ഇത് എങ്ങനെ സംഭവിച്ചു? അവരും നമ്മൾ ഒരുപോലെയായിരുന്നോ? എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ ഞാനായിരുന്നോ? എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. നാളത്തെ കേക്ക് മേക്കിംഗ് മത്സരം കൂടി കഴിഞ്ഞാൽ തീരുമാനിക്കാം ആര് കപ്പ് കൊണ്ടുപോകുമെന്ന്. ശരിയാ ടീച്ചർ, ഇനി കേക്ക് മേക്കിംഗ് മത്സരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതെ അതെ, നാളെ തിരിയുമല്ലോ കപ്പ് ആര് കൊണ്ടുപോകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി 2 ഗ്രൂപ്പും നല്ലോണം മത്സരിച്ചോ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്താ ബബലു ഇത്? ട്യൂബ് പൊട്ടിച്ചോ? എന്താ ഒന്നും ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധയില്ലാതെ എടുത്തിട്ടില്ലേ? ഇതൊക്കെ നിന്റെ തറവാട് സ്വത്താണെന്ന് കരുതിയോ? അവൾക്ക് അത് തന്നെ വേണം. നിന്റെ ഡാഡിക്ക് കുറച്ച് കൂടുതൽ പണമുണ്ടെന്നുള്ള അഹങ്കാരം ഇവിടെ നടക്കില്ല. എന്റെ കയ്യിൽ നിന്ന് മറിയാതെ വീണു പോയതാ മിസ്. നാളെ ഇതിനുള്ള ഫൈൻ കെട്ടിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, മനസ്സിലായോ? മിസ്, അത് അവളോട് അറിയാൻ തട്ടി വീണു പോയതാ. നീ അധികം അവൾക്ക് ഒത്താശ കൊടുക്കണ്ട. നീയും കൂടി ചേർത്തിട്ടാണ് എല്ലാ കുറ്റക്കെട്ടും ഒപ്പിക്കുന്നത്. ഇത്ര മാത്രം പറയാനൊന്നുമില്ല. നാളെ വരുമ്പോൾ ഞാൻ ഇതിന്റെ കാശ് കൊണ്ടുവന്ന് തരാം, പോരെ? അവളുടെ അഹങ്കാരം കാണുന്നില്ലേ? നമ്മൾ ജയിച്ചതാണെന്ന് അറിഞ്ഞിട്ടുള്ള ദേഷ്യത്തിൽ അവൾ എറിഞ്ഞതായിരിക്കും. അത് മിയ, എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ തന്നെയാണെന്ന്. എടി റിങ്കു, എന്നെ ഒന്ന് ടീച്ചർ വഴക്ക് പറയുമ്പോഴേക്കും അവരൊക്കെ എന്നെ നോക്കി കളിയാക്കുന്നത് കണ്ടോ? ആടി, നിന്നെ കളിയാക്കിയത് തന്നെ ഞാനും ശ്രദ്ധിച്ചു. എന്നെ അറിഞ്ഞും കൊണ്ട് കളിയാക്കിയ അവരെയും എന്നെ നാണം കെടുത്ത ടീച്ചറെയും ഞാൻ വെച്ചേക്കില്ല. ശരിയാ, അവർക്ക് ഇതിനുള്ള പണി തിരിച്ചു കൊടുക്കണം. പിന്നെ മക്കളെ, നാളത്തെ കേക്ക് മേക്കിങ്ങിനുള്ള സാധനം ഇവിടുന്ന് ഓരോ ബാഗാക്കി ഓരോ ഗ്രൂപ്പിനും തരും. അതിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് സെറ്റാക്കിയിട്ട് നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. മിയ, നീ നല്ലോണം കേക്ക് ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടല്ലോ. മിസ് പറഞ്ഞ ശരിയാ, ഇവൾ നല്ലോണം കേക്ക് ഉണ്ടാക്കും. എന്നാ പിന്നെ ലില്ലി ഗ്രൂപ്പ് തന്നെയായിരിക്കും കപ്പടിക്കുക അല്ലേ? ഒരു പല്ലി ഗ്രൂപ്പ് ജയിക്കില്ല. അതിന് ഈ ബബിലു സമ്മതിച്ചിട്ട് വേണ്ടേ? എടി റിങ്കു, ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല. എന്റെ ഗ്രൂപ്പ് തന്നെ ജയിക്കണം. എന്ത് തരം തരികട ഒപ്പിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് തന്നെ ജയിക്കണം റിങ്കു. ഇപ്രാവശ്യത്തെ വിജയം എന്തായാലും എനിക്ക് തന്നെയായിരിക്കണം. മിയ, നാളെ നീ എങ്ങനെയെങ്കിലും നല്ല കേക്ക് തന്നെ ഉണ്ടാക്കണം. സുൽത്താനെ, അതിനെന്താ നിനക്ക് ഇത്ര സംശയം? നമ്മൾ തന്നെ ജയിക്കുമിടാ. നീ അവർ പറയുന്നത് ശ്രദ്ധിച്ചോ റിങ്കു? അവർ തന്നെ ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഇപ്രാവശ്യം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവരെ ജയിക്കാൻ സമ്മതിക്കരുത്. പിന്നെ ഒരു പോലീസുകാരന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞതിൽ എന്ത് അർത്ഥമാണുള്ളത്? ബബിലു, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടി എന്തിനും ഈ റിങ്കു ഉണ്ട്. ഇവര് രണ്ടും കൂടി മേക്കിട്ട് എന്തോ പാര വെക്കാനുള്ള തയ്യാറെടുപ്പാണല്ലോ. എങ്ങനെയെങ്കിലും ഈ കാര്യം അറിയിക്കണം.